എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് വേദയും വിക്രമുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നു. അങ്ങനെ വിവാഹത്തിന്റെ തലേ ദിവസത്തെ രാത്രിയിൽ ആഘോഷങ്ങൾ നടക്കുന്നു. ഹൽദിയും മറ്റു ചടങ്ങുകളെല്ലാം നടക്കുകയാണ്. അപ്പോൾ വേദ അതിസുന്ദരിയായിട്ട് ഒരുങ്ങി വരുന്ന രംഗമാണ് കാണിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആർഭാടത്തോടു കൂടിയുള്ള വിവാഹമാണ് വേദയുടെയും വിക്രത്തിന്റെയും. അങ്ങനെ വിവാഹത്തിന്റെ എല്ലാ പരിപാടികളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുത്തശ്ശിയാണ്. അതുകൊണ്ട് തന്നെ ആർഭാടമായിട്ടുള്ള ഒരു കല്യാണം തന്നെയാണ്. അങ്ങനെ ഹൽദി ചടങ്ങുകളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നന്ദിനിയുടെ അസൂയയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആട്ടവും പാട്ടുമായിട്ട് അടിച്ചു പൊളിക്കുകയാണ് എല്ലാവരും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുമായിട്ട് ഉള്ള ഒരു ആഘോഷം തന്നെയാണ്. വിക്രത്തിന്റെ മുഖത്ത് മാത്രമാണ് സന്തോഷമില്ലാത്തത്. ബാക്കി എല്ലാവരുടെയും മുഖത്ത് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിക്രത്തിന്റെ മുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വേദ നോക്കുന്നുണ്ട്, വിക്രവും നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് അടിച്ചു പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അതിഗംഭീരമായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ വിക്രത്തിന്റെ അച്ഛനും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ സന്തോഷം എന്ന് പറയാൻ ഇല്ല, ഒരു വല്ലാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ വിക്രം വിവാഹത്തിന് നിൽക്കുവോ ഇല്ലേന്നൊന്നും അറിയത്തില്ല. ആ ഒരു സംശയത്തോടു കൂടി തന്നെയാണ് എല്ലാവരും നിൽക്കുന്നതും. അതുപോലെ തന്നെ ഹൽദി ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഭയങ്കര ഇടിവെട്ടും മഴയോടും കൂടി ഇരിക്കുന്ന സമയത്ത് വേദ ഓരോ കാര്യങ്ങളായിട്ട് ആലോചിക്കുന്നുണ്ട്. ഫസ്റ്റ് ദിവസം മഴയത്ത് നിൽക്കുന്ന ആ സീനും അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ സംഭവങ്ങളും വേദ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേദ മാത്രവുമല്ല, വിക്രമും ആ മഴയത്ത് നോക്കിയിരിക്കുകയാണ് ആ മഴ. അതുപോലെ വിക്രമും ആലോചിക്കുന്നുണ്ട്, അന്ന് വേദ മഴയത്ത് നിന്നതും മഴ നനഞ്ഞ് നിന്ന സീനും എല്ലാം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വേദ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീജ എത്തുന്നുണ്ട്. അങ്ങനെ ശ്രീജേട്ടത്തിയെ കാണുമ്പോൾ വേദ തോളത്ത് കിടന്നിട്ട് പൊട്ടി കരയുന്നുണ്ട്. ശ്രീജ എന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, വേദ എല്ലാം ശരിയാകും എന്നൊക്കെ പറയുന്നു. ശ്രീജ വേദനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ശ്രീജയോട് വേദ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഇവിടേക്ക് വന്നത് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആലോചിക്കുമായിരുന്നു. ഞാൻ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം ഒന്ന് മറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീജയും പറയുന്നുണ്ട്, അതൊക്കെ ശരിയാവും വേദ എന്ന്. എന്നിട്ട് ശ്രീജ പറയുവാണ്, നീയും വിക്രമും നല്ല രീതിയിൽ ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ വിവാഹത്തിന്റെ ആ ദിവസം വന്ന് എത്തിയിരിക്കുകയാണ്. വിക്രത്തിന് വേറെ വഴിയൊന്നും ഇല്ല, വേദയെ വിവാഹം ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയധികം ആൾക്കാരെല്ലാം ക്ഷണിച്ചു വരുത്തിയിട്ട് അവരുടെ മുൻപിൽ വിവാഹം നടക്കാതെ പോകാനൊന്നും വിക്രത്തിന് കഴിയത്തില്ല. ഇത്രയും ആഘോഷമായിട്ട് നടക്കുന്ന സമയത്ത് താനായിട്ട് ഇത് ഒഴിവാക്കി വിട്ടാൽ അത് ശരിയാകത്തില്ല എന്നൊക്കെ വിക്രം ആലോചിക്കുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ ആലോചിച്ചിട്ട് വിക്രം മണ്ഡപത്തിൽ ഒരു വിവാഹ വേഷത്തിൽ തന്നെ എത്തുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ മഞ്ഞ ചരട് മാറ്റിയിട്ട് വേറൊരു സ്വർണ്ണമാലയിൽ താലി ഇടുന്നതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വിക്രം വേദയെ വിവാഹം കഴിച്ചിരിക്കുന്നു. വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ട് വേദയെ തന്നെ കെട്ടിയേ പറ്റൂ. ആ ഒരു രീതിയിൽ തന്നെയാണ് വിവാഹം നടത്തിയിരിക്കുന്നതും. അങ്ങനെ ചടങ്ങുകളെല്ലാം അതിഗംഭീരമായി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ദീപ്തിയുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അച്ഛൻ സ്റ്റേർക്കേഴ്സിൽ നിന്നും വീണു, അങ്ങനെ ഒരു സംഭവം നടന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ദീപ്തിയെ വിളിച്ചറിയിക്കുന്നത്. ഈ സംഭവം കേട്ടിട്ട് ദീപ്തി അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ ദീപ്തി അച്ഛനൊരു അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ വിക്രത്തിനെ തനിച്ചാക്കി വേദയും ശങ്കരനാരായണന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വിക്രത്തിന്റെ അടുത്ത് നിന്ന് വേദ എണീറ്റു അവരോടൊപ്പം ഓടിപ്പോകുന്ന രംഗമാണ് കാണിക്കുന്നത്. വേദയുടെ കഴുത്തിൽ വിക്രം താലി കെട്ടി കഴിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ മണ്ഡപത്തിൽ നിന്ന് വേദ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛന് എന്താ സംഭവിച്ചതെന്നറിയാതെ വേദ ആ നിമിഷത്തിൽ തന്നെ എല്ലാവരോടൊപ്പം വേദയും ഓടിപ്പോകുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നെക്സ്റ്റ് വീഡിയോ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്.